₹1,08,00,000 തട്ടിയെടുത്ത ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകാർക്ക് വാട്സാപ്പ്, ടെലഗ്രാം അക്കൗണ്ടുകളുണ്ടാക്കാൻ ഒ.ടി.പിയും മൊബൈൽ നമ്പറുകളും ഓൺലൈനിലൂടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സൂത്രധാരനായ പഞ്ചാബ് സ്വദേശി ജോണി മോംഗ, അർമാൻ മോംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അരവിന്ദ് കിളിയാൻവാലി മുക്സാർ സാഹിബ് എന്നയാളെ ഹരിയാനയിലെ മണ്ഡി ദബ്ബുവാലിയിൽ വെച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ്. ശശിധരൻ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈബർ ക്രൈം അന്വേഷണ സംഘം ഹരിയാന പോലീസിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ വ്യാജ ഷെയർ മാർക്കറ്റ് സൈറ്റിൽ വേങ്ങര സ്വദേശിയുടെ ₹1,08,00,000 തട്ടിയെടുത്ത തട്ടിപ്പു സംഘത്തിന് സിം കാർഡുകൾ സംഘടിപ്പിച്ച് നൽകുന്ന മുഖ്യ സൂത്രധാരനായ അബ്ദുൽ റോഷൻ എന്നയാളെ കർണാടകയിലെ മടിക്കേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് സംഘം റോഷനെ വിശദമായി ചോദ്യം ചെയ്തതിൽ റാക്കറ്റിലെ മറ്റ് കണ്ണികളെ സംബന്ധിച്ച് സൂചന കിട്ടിയിരുന്നു. തുടർന്ന് റോഷന്റെ വാടക ക്വാർട്ടേഴ്സിൽ പോലീസ് പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പഞ്ചാബിലും ഹരിയാനയിലും അന്വേഷണം നടത്തി രണ്ടാം പ്രതിയെ പിടികൂടിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. അറസ്റ്റിലായ അരവിന്ദ് ഹരിയാനയിലെ ദബ്ബുവാലിയിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുന്ന ആളാണ്. എന്നാൽ ടിയാൻ സ്ഥിരമായി ഷോപ്പിൽ വരാറില്ല. റോഷന്റെ കയ്യിൽ നിന്നും ലഭിക്കുന്ന സിം നമ്പറുകളും വാട്സാപ്പ് ഒ.ടി.പിയും വീട്ടിൽ തന്നെ ഇരുന്ന് ഓൺലൈനായി സ്റ്റാഫിനെ വെച്ച് സംഘത്തിലെ മറ്റു കണ്ണികൾക്ക് ഷെയർ ചെയ്യുന്നതാണ് പതിവ്. ഒരാഴ്ചയായി റോഷന്റെ വാട്സാപ്പ് മെസ്സേജ് കാണാതെയിരുന്നപ്പോൾ പ്രതി കർണാടകയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് റോഷനെ പോലീസ് പിടികൂടിയത് അറിഞ്ഞത്. തുടർന്ന് റോഷനിലൂടെ താൻ പിടിക്കപ്പെടുമെന്നറിഞ്ഞ പ്രതി റോഷനുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഇല്ലാതാക്കി. പ്രതിയായ അരവിന്ദിനെ പിടികൂടുന്നതിനായി എത്തിയ സമയം പ്രതിയുടെ സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കിയും തുടർന്ന് ഗുണ്ടായിസം കാണിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ആയത് വകവെക്കാതെയാണ് ദബ്ബുവാലി പോലീസിന്റെ ശക്തമായ ഇടപെടലിലൂടെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ദബ്ബുവാലി SDJM കോടതിയിൽ ഹാജരാക്കിയത്. പിന്നീട് കോടതി ട്രാൻസിറ്റ് കസ്റ്റഡി അനുവദിച്ചാണ് പ്രതിയെ മലപ്പുറത്തെത്തിച്ചത്. പ്രതിയെ ചോദ്യം ചെയ്തതിൽ ടിയാൻ ഇത്തരം ഇടപാടുകളിൽ മീഡിയേറ്റർ ആണെന്ന് സമ്മതിച്ചിട്ടുള്ളതും ആയത് പ്രത്യുപകാരമായി വലിയ കമ്മീഷനുകളാണ് പ്രസ്തുത ഇടപാടുകളിൽ ടിയാൻ പറ്റുന്നത് എന്ന് ചോദ്യം ചെയ്യലിൽ മനസ്സിലായിട്ടുണ്ട്. പ്രതിയുടെ പശ്ചാത്തലവും മറ്റു കൂടുതൽ കാര്യങ്ങൾ ഇനിയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനുണ്ട്. കൂടുതൽ പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷണം നടത്തുന്നുണ്ട്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ASP ഹരീഷ് ജെയിൻ, സൈബർ നോഡൽ ഓഫീസറായ DCRB DYSP ഷാജു VS, സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ IC, പ്രത്യേക ജില്ലാ സൈബർ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ നജുമുദ്ദീൻ മണിശ്ശേരി, പോലീസുകാരായ PM ഷൈജൽ പടിപ്പുര, EG പ്രദീപ്, ASI അനീഷ് കുമാർ T, സൈബർ പോലീസ് സ്റ്റേഷനിലെ മറ്റ് സൈബർ വിദഗ്ധരും ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത്. പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതി ഏതെല്ലാം കുറ്റകൃത്യങ്ങൾക്ക് ഇത്തരം സിം നമ്പറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും മറ്റും അറിയുന്നതിനായി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിക്കുമെന്ന് സൈബർ ഇൻസ്പെക്ടർ അറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്.